960 സ്റ്റെപ്പുകളുള്ളൂ. ചെക്ക് പോസ്റ്റും കടന്ന് ഞങ്ങൾ പോവാണ്. വാളയാറ് ചെക്ക് പോസ്റ്റ്. അത്രയും നല്ല ചെരുപ്പുകളൊക്കെ ഉള്ളപ്പോ പറയേ കാല് 6:30 മുതൽ 4 മണി വരെയാണ്. ഒക്കെയാണ് ടൈം. അവര് വായിച്ചോട്ടെ. മണിയൊക്കെ അടിക്കണല്ലേ? തൊള്ളായിരത്തി സ്റ്റെപ്പുകളേ ഉള്ളൂ. ആ കറക്റ്റാ. അത് ശ്രീ ധർമ്മലിംഗേശ്വര ടെമ്പിളിലാണ്. അപ്പം മധുക്കരയിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 960 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇവിടുത്തെ ശിവൻ്റെ പ്രതിഷ്ഠ കാണാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഞങ്ങൾ 3-4 പേരുണ്ട്. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ എത്തി. ഇവിടുത്തെ കോടമഞ്ഞ് എല്ലാം കൂടി ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. എന്തേലും പറയാൻ ഇതൊക്കെ നിനക്ക് അറിയോ? ChatGPT നോക്കിയിട്ട് കറക്റ്റ് ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മായാണ്ടിയാ ഏതോ ധർമ്മലിംഗമല ടെമ്പിളിനെ കുറിച്ച് കുറച്ച് ചരിത്രം പറയണമായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ക്യാമറമാനാണ്. എന്താ നിങ്ങളെ ഇതിനെ വെച്ച് കഴിഞ്ഞാലേ അജി സംസാരിക്കുമ്പോ വന്നോളല്ലോ. അതെ. ഗോപുരം, മറ്റു പ്രതിഷ്ഠ എല്ലാം അറിയണം. അമ്പലത്തെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽസ് വേണം. നമ്മൾ ഏകദേശം എത്ര സ്റ്റെപ്പ് ഏകദേശം ഒരു 50 സ്റ്റെപ്പ് കയറിയുള്ളൂ. അത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ആ ട്രാക്കൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ കാണുന്ന ഹൈവേ കോടമഞ്ഞൊക്കെ ഉണ്ട്. സമയം എത്ര 7 മണിയായിപ്പോൾ. കുറച്ചുള്ളൂ. നമ്മളൊരു 6:30 കയറാൻ തുടങ്ങിയതാണ്. ഇപ്പം എത്ര അടിയായി? ഒരു 70 സ്റ്റെപ്പൊക്കെ ഉണ്ടാവൂലേ? എന്താ വൈബ് നോക്കിയൊക്കെ. അടിപൊളി. സെറ്റാണ്. സ്റ്റേഷനിൽ ഇതാ ട്രെയിനൊക്കെ ഇതാ പോകാൻ തുടങ്ങി. മഞ്ഞ് മൂടിയ അന്തരീക്ഷത്തിൽ കൂടെ ട്രെയിൻ ഇങ്ങനെ പോകണം. ഹലോ. പുറത്തൊക്കെ ഇതേപോലെ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ട്. എന്താ അവരെ പാടല്ല പാണ്ഡവന്മാരുടെ ആരുടെ കാൽപാദാണ്. എന്റെ കാര്യമായിട്ട് പാടില്ല. അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ 1000 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അല്ല, അത് റൗണ്ട് ചെയ്ത് 1000 പറഞ്ഞതാണ്. കൊണ്ടലിംഗോ ശിവ നല്ല മണി അടിക്കണ്ടോ? അപ്പൊ ഒന്നുകൂടി പോയി തൊഴുതിട്ട് വരാം. ഇവിടെ പാൻ്റൊക്കെ ഇട്ടിട്ട് പോവാ, ഒന്നും വിഷയമില്ല.
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ ഇങ്ങനത്തെ യാത്രകൾ ചെയ്യണം, നല്ല പീസ്. അപ്പോൾ ഇപ്രാവശ്യത്തെ വൃശ്ചിക ഒന്നത്തെ പൂജയൊക്കെ ചെയ്തത് നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്നു? തൊഴുത് പ്രാർത്ഥിച്ചു നല്ല യാത്ര. നമ്മൾ രാവിലെ ഇങ്ങനെ വന്ന് ശാന്തമായ മനസ്സ് ശാന്തിയാക്കിയിട്ട് ഇങ്ങനെ നടന്ന് കയറി നമ്മുടെ ഇങ്ങനെ തൊഴുകണമൊക്കെ എന്നും ഇങ്ങനെ വരണം അല്ലേ ലാൽട്ടാ? എന്നും വരാം. ഇനി അടുത്ത അമ്പലം വേറെ ഇതേപോലെ കൂടുതൽ അമ്പലങ്ങളിലേക്ക് വീഡിയോസ് ഒക്കെ കാണാൻ ദർശിക്കുക, മനസ്സൊക്കെ ശരിയാക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നതാണ്. അതെ അതെ അതെ. മല്ല മുരുകനുക്ക് വാമല്ല മുരുകനുക്ക് കൊണ്ടാരയ്യ കൊണ്ടാട്ടം ശിവനോട് അജൊരു പാട്ട് പാട്. രാധതൻ പ്രേമത്തോടാണോ. ബാക്കി എല്ലാവരും ധർമ്മലിംഗപുരി ശിവ ടെമ്പിൾക്ക് വാങ്ങോ. നല്ല അരുമയാന ഇടം വാക്കറതുക്കും അതുമാതിരി നമ്മുടെ കൽപ്പാത്തി യാത്രയെ കുറിച്ച് എന്താണ്? മാസത്തില് ഒരു പ്രാവശ്യം എന്തായാലും വന്നിട്ട് തൊഴുകണം, അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ട് പാണ്ഡവന്മാര് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ മലയുടെ മുകളിൽ കയറിയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവാൻ പറ്റും വല്ല ശത്രുക്കൾ വല്ലതും യുദ്ധത്തിന് വരുന്നുണ്ടോ എന്നൊക്കെ. കാരണം അത്രയും ഹൈറ്റുള്ള മലയാണ്. അതിന് വരി അറിയില്ല. അറബിക്കടൽ പടിഞ്ഞാറാ. അറബിക്കടലും ഈ തമ്മിലുള്ള ബന്ധം ഇതിന്റെ പടിഞ്ഞാറ ഭാഗത്ത് അറബിക്കടൽ ഉണ്ട് എന്നാണ് നമുക്ക് അറിയണ ഒരാൾ പറഞ്ഞു. ജമിനി അല്ലേ? ജമിനി. ഇവിടെ വന്നിട്ട് ഇതാ ഈ കല്ലിങ്ങനെ വെക്കും, നമ്മളെ തിരുവല്ലാമല അമ്പലത്തിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീഴാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ധർമ്മലിംഗേശ്വര ടെമ്പിളിൽ തൊഴുതിറങ്ങി. അല്ല, അതൊരു ഇതിന് വേണ്ടിയിട്ടാണേ, ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി. 1000 സ്റ്റെപ്പിൻ്റെ അടുത്തുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അത്രയ്ക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞത് പോയോ ഒറിജിനാലിറ്റി കേട്ടോ. അല്ല, ഒട്ടും ക്ഷീണിക്കില്ല പറയുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുക അത് വേണ്ട. അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി ധർമ്മലിംഗേശ്വര ടെമ്പിളിൽ നിന്ന്. ഏകദേശം ഒരു 960 സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്രയ്ക്കൊന്നും തോന്നിയില്ല. വെറും ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ കയറി. ഞാൻ ഇറങ്ങുമ്പോഴും നമ്മൾ പിന്നെ മെല്ലെ ഇറങ്ങുന്നുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെ ഈ വൃശ്ചിക മാസമൊക്കെ ഒരു ദിവസം എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. അതേപോലെ തൊഴുകുമ്പോൾ ഒരു പ്രത്യേക ഒരു ദൈവീകത നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കാന്താരയിലൊക്കെ ഒരു ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെയും ഈ മണ്ണിലും ഉണ്ട് ദൈവം. നമ്മുടെ സൗണ്ട് കേട്ട് ജമിനി പോയിരിക്കുകയാണ്. ചിന്ന വരെ കൊടുങ്ക നമ്മ അമ്പലത്തെ പറ്റി சொல்றதுக்கு. അപ്പോൾ നിങ്ങൾക്ക് ഈ അമ്പലത്തേക്ക് വരാനുള്ള ഏറ്റവും എളുപ്പവഴി നിങ്ങൾ ട്രെയിനിൽ വരിക. അപ്പോൾ പാലക്കാട് നിന്ന് രാവിലെ 6 മണിക്ക് വണ്ടിയുണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 7:30 ആകുമ്പോൾ എത്തും. ഞങ്ങൾ ട്രെയിനിലല്ല വന്നത്, ഞങ്ങൾ ബൈക്കിലാണ് വന്നത്. ട്രെയിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാനും കൂടിയും കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ആദ്യം പറയാം, എനിക്ക് 3x ഇട്ടിട്ട് അത് വന്ന് இந்த മലമുകളിലുള്ള അമ്പലമായതുകൊണ്ട് എല്ലാവരും ഇത് മുരുകൻ്റെ അമ്പലമാണെന്നാണ് വിചാരിക്കുക. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേരും അങ്ങനെയാണ് വിചാരിച്ച്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി ശിവൻ്റെ അമ്പലമാണ്. നമുക്കറിയാം, എനിക്കും രാഹുലേട്ടനും അതറിയാം. പക്ഷേ കൂടെ വന്ന 2 ആൾക്ക് അറിയില്ല. അവർക്ക് തമിഴ് വായിക്കാൻ അറിയില്ലല്ലോ. തൊഴുതിറങ്ങി ഏറ്റവും താഴത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു നല്ലൊരു വ്യൂ കാണിച്ചു തരാം. നമ്മുടെ വാമലൊക്കെ ഉള്ള പോലെ ഇതാ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതാണ് പഞ്ചപാണ്ഡവന്മാരിരുന്ന സ്ഥലം. ഇവിടെയാണ് ശിവ എന്ന് എഴുതിയിരിക്കണേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയിട്ട് തൊഴുതിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ താഴെ ഒരു സൈന്യാധിപൻ്റെ ഒരു ഫ്രെയിമുണ്ട്. അല്ല, പഞ്ചപാണ്ഡവന്മാരുടെ കഥ അറിയാലോ. നമ്മുടെ കൃഷ്ണൻ എന്താ വാക്ക് തർക്കി എന്താ അല്ല സോറി അത് ആലോചിച്ചിരിക്കട്ടെ. അല്ല അതെനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒരു വട്ടം വന്ന് തൊഴുകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അമ്പലത്തിൻ്റെ അവിടെ തന്നെ ഒരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് എടുത്ത് പറയാമെന്ന് എനിക്ക് തോന്നി. ഇനി അടുത്തതാ നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക.